ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ഞായറാഴ്ച ദൈവകരുണയുടെ തിരുനാളായിട്ടാണ് തിരുസഭ മാതാവ് ആഘോഷിക്കുന്നത്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ സുദിനത്തിൽ യഹൂദരോടുള്ള ഭയനിമിത്തം കതകടച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ യേശുനാഥൻ കടന്നു വരുന്ന രംഗമാണ് നമ്മൾ വായിച്ചു കേൾക്കുക. ശിഷ്യന്മാരുടെ മധ്യേ കടന്നു വന്ന് യേശുനാഥൻ പറയുന്നു, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് അവിടുത്തെ പാർശ്വവും കരങ്ങളും അവിടുന്ന് അവരെ കാണിക്കുകയാണ്. യേശുനാഥൻ അവരോട് പറയുന്നു, നിങ്ങൾ ഭയപ്പെടേണ്ട. ഇപ്രകാരം ദൈവകരുണയുടെ തിരുനാളിൽ അവിടുത്തെ പാർശ്വവും കരങ്ങളും ധ്യാനിക്കുവാനുള്ള ഒരു ആഹ്വാനമാണ് തിരുസഭ മാതാവ് നമ്മോട് പറഞ്ഞു വയ്ക്കുക. ദൈവകരുണയുടെ തിരുനാൾ തിരുസഭയിലേക്ക് കൊണ്ടുവന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയാണ്. അദ്ദേഹം മാർപ്പാപ്പയായി തിരഞ്ഞെടുത്ത ദിവസം ആദ്യമായി ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്ന വാചകം ഇപ്രകാരമാണ്: നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ഹൃദയ കവാടങ്ങൾ യേശുവിങ്കിലേക്ക് തുറന്നിടുവാൻ നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന്. കർത്താവിങ്കിലേക്ക് നമ്മുടെ ജീവിതങ്ങളെ തുറന്നിടുക എന്ന വലിയ സന്ദേശം തന്നെയാണ് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷം വഴിയായി പരിശുദ്ധ ജോൺ പോൾ മാർപ്പാപ്പ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യേശുനാഥൻ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാസ് ലീഹ അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് മറ്റു ശിഷ്യന്മാർ തങ്ങൾ യേശുവിനെ കണ്ടു എന്ന് പറയുമ്പോൾ തോമസ് ലീഹ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത്, ഞാൻ അവിടുത്തെ തിരുവിലാപുകൾ കാണുകയും അവിടുത്തെ പാർശ്വത്തിൽ കൈകളിടുകയും ചെയ്യുകയല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ലേ എന്ന്. പിന്നീട് 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും യേശുനാഥൻ പ്രത്യക്ഷപ്പെടുമ്പോൾ തോമാസ് ലീഹയോട് യേശു പറയുന്നുണ്ട്, നിൻ്റെ കൈകൾ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ വിലാപ് കാണുക, എൻ്റെ കൈകളിലെ മുറിപ്പാടുകൾ കാണുക. ഇപ്രകാരം കർത്താവിൻ്റെ തിരുവിലാപിലേക്കും അവിടുത്തെ മുറിപ്പാടുകളിലേക്കും ധ്യാനാത്മകമായി തിരിയുന്ന തോമാസ് ലീഹ വലിയൊരു വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നുണ്ട്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന്. കർത്താവിൻ്റെ തിരുമുറിവുകളെ ധ്യാനിക്കുക എന്ന് പറഞ്ഞാൽ അവിടുന്ന് സ്ഥാപിച്ച ദിവ്യകാരുണ്യത്തിലേക്ക് ധ്യാനാത്മകമായി തിരിയുക എന്നർത്ഥം തന്നെയാണ്. ദിവ്യകാരുണ്യം കർത്താവിൻ്റെ കരങ്ങളും വിലാപുകളും ധ്യാനിക്കാൻ ക്ഷണിക്കലാണ്. അതുകൊണ്ടാണ് ബെനഡിക്റ്റ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നത്, കർത്താവിൻ്റെ തിരുമണിക്കൂറിലേക്കുള്ള പ്രവേശന കവാടമാണ് ദിവ്യകാരുണ്യമെന്ന്. ഇന്ന് രാവിലെ കുർബാന കഴിഞ്ഞ സമയത്ത് ഒരാൾ വന്ന് എന്നോട് ഇപ്രകാരം ഒരു സാക്ഷ്യം പറയുകയുണ്ടായി. കഴിഞ്ഞ ഓശാന ഞായറാഴ്ച പെട്ടെന്ന് പനി വന്ന് അദ്ദേഹം 3 ദിവസത്തോളം കിടപ്പിലായിരുന്നു. 3-ാം ദിവസമായപ്പോഴേക്കും വായിൽ നിന്നും രക്തം വരുവാൻ തുടങ്ങി. അദ്ദേഹം ഡോക്ടറെ കാണിച്ചപ്പോൾ വായു മുഴുവനും പഴുത്തിരിക്കുകയാണ്. അദ്ദേഹം ഒത്തിരി ഭയപ്പെട്ട് മാരകമായ എന്തെങ്കിലും അസുഖമായിരിക്കുമോ എന്ന് വിചാരിച്ച് ദൈവത്തിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പിറ്റേ ദിവസം പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം കുർബാന സ്വീകരിക്കുന്ന സമയത്ത് അദ്ദേഹം മനമുരുകി പ്രകാരം പ്രാർത്ഥിച്ചു, ദൈവമേ, എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല, ഞാനൊരു പാപിയാണ്, എങ്കിലും എന്നോട് കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ദിവ്യകാരുണ്യം സ്വീകരിച്ച് ആ ദിവ്യകാരുണ്യം തൻ്റെ വായിലേക്ക് വയ്ക്കുമ്പോൾ വേദനയുള്ള ഇടത്തിലേക്ക് അദ്ദേഹം വയ്ക്കുകയുണ്ടായി. പെട്ടെന്ന് അവിടെ ഒരു സ്പാർക്ക് അനുഭവപ്പെട്ടതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ആ വേദന നിശേഷം മാറിപ്പോവുകയും പൂർണ്ണമായി സൗഖ്യപ്പെടുകയും ചെയ്തു. ഇപ്രകാരം ദിവ്യകാരുണ്യം ദൈവകരുണയുടെ ഒരു സ്രോതസ്സായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് മാറുകയാണ്. തോമസ് ലീഹായെ അവിടുത്തെ തിരുവിലാവുകൾ ധ്യാനിക്കാൻ ക്ഷണിക്കുമ്പോൾ കർത്താവിൻ്റെ തിരുമുറിവിലേക്ക് നമ്മുടെ വേദനകളെ ചേർത്ത് വയ്ക്കണം എന്ന് തന്നെയാണ് യേശുനാഥൻ നമ്മോട് പറയുക. പങ്കുവയ്ക്കപ്പെടുന്ന വേദനയാണ് ഈസ്റ്റർ രഹസ്യം. അതൊരു ട്രാജഡിയല്ല, മറിച്ച് ജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു വലിയ രഹസ്യമാണ്. ഇപ്രകാരം കർത്താവിൻ്റെ വിലാപുകളെ ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തന്നെ വേദനകളെ ഏറ്റെടുക്കുവാനുള്ള വലിയ ശക്തി ആർജിക്കുന്നു. ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടലുകൾ ഉണ്ടായതുപോലെ നമ്മുടെ വേദനയിലേക്കും നമ്മുടെ സഹനങ്ങളിലേക്കും
കർത്താവ് ഇറങ്ങി വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മളിന്ന് സുവിശേഷ ഭാഗത്ത് കാണുന്ന വിവിധ ഭാഗങ്ങൾ എപ്രകാരമാണ് ശിഷ്യന്മാർ യേശുവിൻ്റെ സമാധാനത്തിലേക്കും അവിടുത്തെ ശക്തിയിലേക്കും കടന്നു വന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കതകടിച്ച് പേടിച്ച് വിറച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ കർത്താവ് വന്നിട്ട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനമെന്നാണ്. കർത്താവിൻ്റെ സമാധാനം സ്വീകരിക്കാൻ നമുക്ക് തയ്യാറാകാം. അവിടുന്ന് ശിഷ്യന്മാരെ കാണിക്കുന്നത് തൻ്റെ പാർശ്വവും കൈകളുമാണ്. കർത്താവിൻ്റെ കൈകൾ എന്ന് പറയുന്നത് അവിടുത്തെ പ്രവൃത്തികളാണ്. പഴയ നിയമത്തിൽ കർത്താവിൻ്റെ പ്രവൃത്തികളിൽ അങ്ങേയറ്റം ആഹ്ലാദിക്കുന്ന ഇസ്രായേൽ ജനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിൻ്റെ പ്രവൃത്തികൾ കണ്ട് ആനന്ദഭരിതരാകുന്ന ജനങ്ങളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. ഇപ്രകാരം യേശുനാഥൻ്റെ പ്രവൃത്തികളെ ധ്യാനിക്കുക എന്നൊരു ചിന്തയിലേക്കാണ് കർത്താവിൻ്റെ കൈകൾ കാണിച്ചുകൊണ്ട് ശിഷ്യന്മാരെ അവിടുന്ന് ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മൾ കർത്താവിൻ്റെ പ്രവൃത്തികൾ ധ്യാനിക്കുന്ന വ്യക്തികളാവുക എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൈകളും പാർശ്വവുമാണ്. കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി ആകുന്ന അവിടുത്തെ കൈകളും പാർശ്വങ്ങളും പോലെ നമ്മുടെ ജീവിതവും രൂപാന്തരപ്പെടുത്തണം എന്ന് തന്നെയാണ് ഈ വലിയ തിരുനാളിലൂടെ തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. അവിടുത്തെ പാർശ്വത്തിൽ നിന്നാണ് രക്തവും വെള്ളവും ഒഴുകുന്നത്. അത് ജീവൻ്റെ സ്രോതസ്സാണ്. നമ്മൾ കർത്താവിൻ്റെ ഉയർപ്പ് തിരുനാളിലൂടെ അവിടുത്തെ മഹത്വപൂർണമായ ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്ന് തിരുസഭ മാതാവ് നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവിടുന്ന് മരിച്ചു. നമ്മുടെ നീതീകരണത്തിന് വേണ്ടി, നമുക്ക് ജീവനുണ്ടാകുന്നതിന് വേണ്ടി അവിടുന്ന് മരിച്ചവരിൽ നിന്നും ഉയർപ്പിക്കപ്പെട്ടു എന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം കർത്താവിൻ്റെ ജീവനിലേക്ക് പ്രവേശിച്ചുകൊണ്ട് അവിടുത്തെ പാർശ്വത്തെ, കുത്തിത്തുറക്കപ്പെട്ട പാർശ്വത്തെ ധ്യാനിക്കുവാൻ തിരുസഭ മാതാവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ഇപ്രകാരമുള്ള ഒരു ധ്യാനത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് തോമസ് അപ്പോസ്തലനെ പോലെ അഗാധമായ ഒരു ദൈവവിശ്വാസമാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുന്ന തോമാസ് ശ്ലീഹായുടെ വിശ്വാസത്തിൻ്റെ ആഴം നമ്മുടെ ജീവിതത്തിലും നേടുവാനുള്ള ഒരു അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തോമാസ് ശ്ലീഹ നമുക്ക് തരുന്ന ഏറ്റവും വലിയ വിശ്വാസ മാതൃക എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ കൂട്ടായ്മയിൽ ഒരുമിച്ച് നിൽക്കുക എന്നുള്ളതാണ്. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കർത്താവിൻ്റെ ദിനമായിട്ടാണ് കണക്കാക്കുക. കർത്താവിൻ്റെ ദിനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ അന്ന് തോമസ് അപ്പോസ്തലൻ ഉണ്ടായിരുന്നു എന്ന് സുവിശേഷത്തിൽ പറയുന്നു. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ സംശയങ്ങൾ കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിന് ക്ഷതമുണ്ടാകുമ്പോഴൊക്കെ വിശ്വാസ സമൂഹത്തെ ഉപേക്ഷിച്ചു പോകാതെ അവരോടൊപ്പമായിരുന്നു കൊണ്ട് കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ നമുക്കാകട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിലേക്ക് തിരിയുവാനായിട്ട്, അവിടുത്തെ വലിയ കരുണയിലേക്ക് നമ്മുടെ ജീവിതത്തെ അടുപ്പിക്കുവാനായിട്ട് ഈ തിരുനാൾ കാരണമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മെ പൊതിഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ അദൃശ്യമായ സംരക്ഷണത്തിൻ്റെ കരങ്ങളാണ് ദൈവകരുണയുടെ തിരുനാളിലൂടെ തിരുസഭ മാതാവ് നമുക്ക് കാണിച്ചു തരിക. ദൈവകരുണയുടെ തിരുനാൾ കൂടുതൽ ബോധ്യങ്ങളിലേക്ക് നമ്മുടെ വിശ്വാസത്തെ നയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആമേൻ.